കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജ്യോതിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ എത്തിയിരിക്കുകയാണ് സുഭാഷും കൂട്ടരും. ജ്യോതി ചായയുമായി വരുമ്പോഴേക്കും ചേട്ടാ ദേ പെൺകുട്ടി വന്നു നോക്കിയേ എന്ന് പറയുന്നുണ്ട്. അവൾ എല്ലാവർക്കും ചായ കൊടുത്ത് മാറി നിൽക്കുമ്പോഴേക്കും ഭാസ്കരൻ പെട്ടെന്ന് പ്ലേറ്റിൽ നിന്ന് ഒരു ലഡു എടുക്കുന്ന കണ്ട് അച്ഛാ എന്താ അത് എടുക്കല്ലേന്ന് നിധിയും. ഭാസ്കരനും ചിരിയോടെ ഇത്തിരി ഷുഗറുണ്ടേ, മധുരം കഴിക്കാൻ മരുമോള് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ ലഡു തിരികെ വെക്കുകയാ. എന്നിട്ട് ചായക്കപ്പും പിടിച്ചോണ്ട് ഇതിനകത്ത് ഷുഗർ ഉണ്ടായിരുന്നോ എന്ന് ജ്യോതിയുടെ അമ്മയോടായി ചോദിച്ച് കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ. നിധി ജ്യോതിയോടെ ഇരിക്കാനായി പറയുമ്പോഴേക്കും ജ്യോതിയും അവരുടെ കൂടെ കസേരയിലേക്ക് ഇരിക്കുക. അപ്പോഴേക്കും ജ്യോതിയുടെ അമ്മാവനും പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ കേശവൻ, ജ്യോതിയുടെ അമ്മാവനാ. ജ്യോതി ബികോം പാസ്സായ കുട്ടിയാ, ഇവിടെ അടുത്തൊരു ജുവല്ലറി ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതെല്ലാം ഞങ്ങൾക്കറിയാം, എല്ലാം മാട്രിമോണിയിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് ഭാസ്കരനും. അല്ല അതുകൊണ്ട് പറയാൻ പാടില്ലെന്നൊന്നും ഇല്ലല്ലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഓ അതിനെന്താ പറഞ്ഞോ എന്ന് ഭാസ്കരനും. അപ്പോഴേ ഇരുന്ന് ബോറടിക്കാതെ കാര്യത്തിലേക്ക് വരാം, കാപ്പി കഴിക്കാൻ വന്നിട്ട് ഊണ് കഴിഞ്ഞ് മടങ്ങിയെന്ന് ഒരു സ്ഥിതി ആവരുതല്ലോ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ എന്നാലും വിരോധമില്ല, പക്ഷെ ആദ്യം പെണ്ണും ചെറുക്കനും ഒന്ന് സംസാരിക്കട്ടെ, അവരുടെ ഇഷ്ടമാണല്ലോ പ്രധാനം, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, അതല്ലേ നല്ലതെന്ന് ജ്യോതിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അതെ മതി എന്ന് സുധീഷും. ഞാൻ എന്ത് സംസാരിക്കാനാടാ എന്ന് സുഭാഷ് പതിയെ സുധീഷിനോടായി ചോദിക്കുമ്പോൾ ചേട്ടൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കേ, ചുമ്മാ കളിക്കാതെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ജ്യോതിയെ അവളുടെ അമ്മ അകത്തേക്ക് വിടുകയാ. സുഭാഷ് ഏട്ടൻ പോയി സംസാരിക്കെന്ന് പറഞ്ഞ് സുധീഷും സുഭാഷിനെ പറഞ്ഞു വിടുകയാ. അവൻ പോകുമ്പോഴേക്കും ചെറുക്കനൊരു റിസർവ്ഡ് ടൈപ്പാണല്ലേ എന്ന് ജ്യോതിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അതെ എന്ന് ഹരീഷും. പിന്നീട് തമ്മിൽ സംസാരിക്കാനായി മുറ്റത്തെത്തിയ ജ്യോതിയെയും സുഭാഷിനെയുമാണ് കാണിക്കുന്നത്. സുഭാഷിന്റെ പരുങ്ങലോടെയുള്ള നിൽപ്പ് കണ്ട് ഇയാൾ അധികം സംസാരിക്കാത്ത പ്രകൃതമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് ജ്യോതി. സുഭാഷും പതർച്ചയോടെ സോറി ഞാൻ അതെ പിന്നെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും സുഭാഷ് അധികം സംസാരിക്കാറില്ലേ എന്നാ ചോദിച്ചതെന്ന് ജ്യോതിയും. ഞാൻ പരിചയമുള്ളവരോടൊക്കെ സംസാരിക്കുമെന്ന് സുഭാഷ് പറയുമ്പോൾ അതിനാണ് സംസാരിക്കാത്ത പ്രകൃതം എന്ന് പറയുന്നത് എന്ന് ജ്യോതിയും പറയുന്നുണ്ട്. സുഭാഷിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ അത് അങ്ങനൊന്നുമില്ലെന്ന് സുഭാഷും. ഒന്നിനോടും ഇഷ്ടമില്ലേ എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീടിനെയും വീട്ടുകാരെയും വലിയ ഇഷ്ടമാ എന്ന് സുഭാഷും. ഞാൻ ചോദിച്ചത് വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് എന്ന് ജ്യോതി പറയുമ്പോൾ ഇല്ലെന്ന് സുഭാഷ് തലയാട്ടുകയാ. സുഭാഷിനെ എന്നോടൊന്നും ചോദിക്കാനില്ലേ എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ ഇയാൾ ചോദിച്ചോളൂ ഞാൻ പറയാമെന്ന് സുഭാഷും. അങ്ങനെ അവർ തമ്മിൽ ഓരോന്നും സംസാരിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ ഇല്ല, പിന്നീട് ചോദിക്കാലോന്ന് സുഭാഷും. മതി എന്ന് പോവാമെന്ന് ജ്യോതി പറയുമ്പോഴേക്കും രണ്ടുപേരും അകത്തോട്ട് കയറി പോവുകയാ. അവിടെ സുധീഷും ഹരീഷും നികേഷും കൂടി സുഭാഷിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. അതെ സുഭാഷ് ഏട്ടൻ സംസാരിച്ചു കൊളാക്കോ എന്ന് പതിയെ നികേഷ് ചോദിക്കുമ്പോൾ അറിയില്ല നോക്കാമെന്ന് സുഭാഷും പതിയെ പറയുന്ന കേട്ട് എന്താണ് ഒരു സ്വകാര്യമെന്ന് ജ്യോതിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല വെറുതെ ഇങ്ങനെ എന്ന് നികേഷ് പറയുമ്പോഴേക്കും സുഭാഷും ജ്യോതിയും അങ്ങോട്ടെത്തുകയാ. തന്റെ അരികിൽ വന്നിരിക്കുന്ന സുഭാഷിനോടായി സംസാരിച്ചോ എന്ന് പതിയെ സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ സംസാരിച്ചു സുഭാഷ്, പക്ഷേ അധികം സംസാരിച്ചില്ലെന്ന് ജ്യോതിയും. സുഭാഷ് ഏട്ടൻ പൊതുവെ അങ്ങനെയാണെന്ന് നിധി പറയുമ്പോൾ അത് മനസ്സിലായെന്ന് ജ്യോതിയും. എല്ലാം കേട്ടോണ്ടിരുന്ന ജ്യോതിയുടെ അമ്മാവനും കുറച്ചു സംസാരിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിലേ ദാമ്പത്യം സക്സസ് എന്ന അത്രയും വഴക്കു കുറയുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആണായാലും പെണ്ണായാലും വിവാഹത്തിന് മുമ്പ് പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ഒരു തവണ കാണുമ്പോഴേക്കും കല്യാണം നിശ്ചയിക്കുന്നതൊക്കെ പഴയ ഏർപ്പാടല്ലേ. സുഭാഷ് സംസാരക്കുറവുള്ള ആളാണെങ്കിൽ അവർക്ക് കുറച്ചു സമയം കൂടുതൽ കൊടുക്കാം. അവര് ഫോണിലൂടെ സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കട്ടെ, അതിനുശേഷം രണ്ടുപേരും ഓക്കെയാണെങ്കിൽ വിവാഹം, എന്താ അതുപോലെ എന്ന് ജ്യോതിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അത് മതി, വിവാഹം കഴിക്കേണ്ടത് അവരാണല്ലോ, അവര് തീരുമാനിക്കട്ടെ എന്ന് ഭാസ്കരനും. എന്നാ പിന്നെ രണ്ടുപേരുടെയും നമ്പർ കൈമാറാല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് ഞാൻ എന്നെ വിളിച്ച നമ്പറിലേക്ക് അയച്ചേക്കാം, സുഭാഷിന്റെ നമ്പർ അതിലേക്ക് അയച്ചാ മതി എന്ന് അവളുടെ അച്ഛനും. അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാ. പിന്നീട് രാത്രിയാവുമ്പോൾ സാന്ദ്ര നിധിയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. നിധി കോൾ എടുക്കുമ്പോഴേക്കും എങ്ങനെയുണ്ട് നിധി സുഖമല്ലേ എന്ന് സാന്ദ്ര ചോദിക്കുക. അതെ ഏട്ടത്തിക്ക് സുഖമല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ആ അങ്ങനെ പോകുന്നു, നിനക്കെന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ മോളെ എന്ന് സാന്ദ്രയും. സോറി ഏട്ടത്തി, അന്ന് നിങ്ങളുടെ ഹസ്ബൻഡിനോടുള്ള ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്ന് നിധി പറയുമ്പോൾ അത് സാരമില്ല, എനിക്ക് മനസ്സിലാവും. സുധീഷിന്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട് എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, മുറിവ് ഉണങ്ങുന്നുണ്ടെന്ന് നിധിയും. ഞാൻ നിന്നെ വിളിച്ചിരുന്നു കിട്ടിയില്ലെന്ന് സാന്ദ്ര പറയുമ്പോൾ കോള് ഞാൻ കണ്ടിരുന്നു, തിരിച്ചു വിളിക്കാതിരുന്നതാ, അവിടെ ആരെങ്കിലും അടുത്തുണ്ടോന്ന് അറിയില്ലല്ലോ എന്ന് നിധിയും. നീ എവിടായിരുന്നു അപ്പോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ പുറത്തു പോയിരിക്കുവായിരുന്നു ഏടത്തി. തനിച്ചോ എന്ന് സാന്ദ്ര സംശയത്തോടെ ചോദിക്കുമ്പോൾ അല്ല എല്ലാരും കൂടെ എന്ന് നിധിയും. എന്ന് വെച്ചാ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ എന്ന് വെച്ചാ അച്ഛനും എല്ലാരും കൂടി മുഴുവൻ ഫാമിലി ആയിട്ട് എന്ന് നിധിയും. എന്താ നീ പറയുന്നേ, അച്ഛൻ ഫാമിലി ഇത്ര പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയോ മോളെ, അതതിനെ നിന്റെ ഫാമിലിയാണോ എന്ന് സാന്ദ്രയുടെ ചോദ്യം കേട്ട്
വേറേതാ എന്റെ ഫാമിലി? ഞാൻ ജനിച്ചു വളർന്ന ഫാമിലി എന്റെയാണെന്ന് പറഞ്ഞ അവരാരും അതിന് സമ്മതിക്കില്ലല്ലോ എന്ന് നിധിയും. നിന്നോട് ദേഷ്യമുണ്ടാവും എന്ന് വെച്ച് ഇത് നിന്റെ വീടല്ലാതിരിക്കോ? എന്തൊക്കെയായാലും ഇതാണ് നിന്റെ കുടുംബം. നീ തൽക്കാലം ആ വീട്ടിൽ കഴിയുന്നു എന്ന് കരുതി അത് നിന്റെ ഫാമിലിയാണെന്നൊന്നും ചിന്തിച്ചു പോവല്ലേ എന്ന് സാന്ദ്ര പറയുമ്പോ അത് വിട്ടേക്കെടുത്തി. സംസാരിച്ച നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല. ഇന്ന് ഞങ്ങൾ എവിടേക്കാ പോയെന്നറിയോ? സുഭാഷ് ഏട്ടനെ പെണ്ണ് കാണാൻ പോയതാ എന്ന് നിധി പറയുമ്പോ സുഭാഷ് ഏട്ടൻ എന്ന സംശയത്തോടെ സാന്ദ്രയും. അതെ, സുധീഷിന്റെ ചേട്ടൻ എന്ന് നിധി പറയുമ്പോ അവർക്ക് പെണ്ണ് കാണാൻ നീ കൂടെ പോയോ എന്ന് സാന്ദ്രയും. അതെ എടത്തി, ഞാനായിരുന്നു ഓർഗനൈസ് ചെയ്തത് എന്ന് നിധി പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ നീ എന്തൊക്കെയാ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടുന്നത്? നിനക്ക് തന്നെ നീ അവിടെ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. അതിനിടയിലെ ഈ വക കാര്യങ്ങളിലൊക്കെ തലയിടണോ? അതൊക്കെ പിന്നീട് കുഴപ്പമാവുകയുള്ളൂ എന്ന് സാന്ദ്രയും. അത് ഏട്ടത്തിക്ക് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരാ? എനിക്ക് സുഭാഷേട്ടനെ കാണുമ്പോ ഒരു ഭയങ്കര ബ്രദർലി ഫീലിംഗാ. എന്നോടും വലിയ സ്നേഹവും കെയറും ഒക്കെയാ. ഞാൻ ഈ വീട്ടിൽ കംഫർട്ടബിൾ ആയിരിക്കുന്നതിന്റെ മുഖ്യ കാരണം തന്നെ സുഭാഷേട്ടനാ. ഇവിടെ എല്ലാവർക്കും സുഭാഷേട്ടനെ കല്യാണമായില്ലല്ലോ എന്ന ഒരു വിഷമമുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് ആലോചന വന്നു, പക്ഷേ ഒന്നും ശരിയായില്ല. ഇത്തവണ മാട്രിമോണിയൽ വഴി ഞാൻ ഒരു അലയൻസ് ഏർപ്പാടാക്കി. അങ്ങനെ പെണ്ണു കാണാൻ പോയി എന്ന് നിധിയും പറയുന്നുണ്ട്. സുധീഷിന്റെ കുടുംബത്തെ പറ്റി നീ പറയുന്നതും നിന്റെ ചേട്ടൻ പറയുന്നതും തമ്മിൽ ഒരു സാമ്യവും ഇല്ലല്ലോ മോളെ. അരുണേട്ടൻ പറയുന്നത് കേട്ടാ നിനക്കവിടെ ഒരു നിമിഷം പോലും സാധ്യതയില്ലെന്ന മട്ടില്ല എന്ന് സാന്ദ്ര പറയുമ്പോ ഏട്ടത്തിയുടെ ഭർത്താവ് പറയുന്നോണ്ട് അത് സത്യമാവണമെന്നുണ്ടോ എന്ന് നിധിയും. പക്ഷേ നാട്ടിലെങ്ങും അവരെ പറ്റി മോശം അഭിപ്രായമല്ലേ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോ ഞാൻ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്, എനിക്കറിഞ്ഞൂടെ? നാട്ടുകാർ പറയുന്ന പോലൊരു പ്രശ്നം ഈ വീടിനോ ഇവിടുള്ളവർക്കോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ സുഖമായിട്ട് തന്നെയായിരിക്കുന്നേ എന്ന് നിധിയും. നീ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനമെടുത്ത പോലെയാണല്ലോ നിധി. ഫാമിലി എന്ന് പറയുന്നു, അവിടെയുള്ളവർക്ക് വേണ്ടി പെണ്ണു കാണാൻ പോകുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് സാന്ദ്ര പറയുമ്പോ എല്ലാ കാര്യവും ഒരൊറ്റ ഫോൺ കോളിൽ വിശദീകരിച്ച് തരാൻ പറ്റില്ല എടത്തി. പെണ്ണു വാഴാത്ത വീടെന്നൊക്കെ നാട്ടുകാർക്കിടയിൽ പറഞ്ഞു നടന്ന് ഈ വീടിനെ പറ്റി ഒരു മോശം ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തതാ. എന്നാൽ അങ്ങനെ മോശം ആളുകളല്ല ഇവിടെയുള്ളത്. ഞാൻ ഇവിടെ ഇരുന്നാലേ ആ പേര് മാറ്റിയെടുക്കാൻ കഴിയൂ. ഇപ്പൊ ഞാൻ ഇറങ്ങിയ ആ പേര് ദോഷം വീണ്ടും ഉണ്ടാവും. ഇവിടെയുള്ളവരെല്ലാം വീണ്ടും വിഷമിക്കുമെന്ന് നിധി പറയുമ്പോ ആ വീടിനെ നന്നാക്കിയെടുക്കാമെന്നുള്ളത് നിന്റെ ജോലിയാണോ നിധി? അല്ല എന്ന് സാന്ദ്രയും. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ കൂടെ നിൽക്കാൻ ഈ വീടും വീട്ടുകാരുമല്ലേ ഉണ്ടായുള്ളൂ. ഞാനും അത് തിരിച്ചു കാണിക്കണ്ടേന്ന് നിധി ചോദിക്കുമ്പോ അതിന് അവർക്കും നിനക്കും തമ്മിൽ എന്ത് ബന്ധം എന്ന് സാന്ദ്രയും. ലോജിക്കലി ചോദിച്ചാ ശരിയായിട്ടെത്തി, എനിക്ക് ഉത്തരമില്ല. പക്ഷെ അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം എനിക്ക് തിരിച്ചു കാണിക്കണ്ടേ? ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണെങ്കില് ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരണം, അല്ലെങ്കിൽ ഞാൻ അത് ഇവരോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ഈ വീട്ടിലേക്ക് ആദ്യം ഒരു പെൺകുട്ടി വരട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കൊള്ളാം എന്ന് നിധി പറയുമ്പോ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് കാണിക്കുക. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഇഷ്ടപ്പെടുന്നുമില്ല എന്ന് സാന്ദ്രയും. എനിക്ക് ഇഷ്ടാവുന്നുണ്ട് ഏട്ടത്തി, മതി, ഫോൺ വെച്ചേക്ക്. ഇനി നിങ്ങളുടെ കെട്ടിയോ വന്നു കണ്ട് കുഴപ്പമാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുക. പിന്നീട് ഭാസ്കരൻ ഉമ്മറത്തെ കട്ടിലിരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. നിധിയും കൂട്ടരും ഡൈനിങ് ഹാളിൽ തറയിലിരുന്നു. മോളെ ഒരു പൊറോട്ട കൂടി കഴിക്കുന്ന സുഭാഷ് പറയുമ്പോ മതി, നിറഞ്ഞു എന്ന് നിധിയും. എന്റെ പൊന്നു മോളെ, നന്നായി കഴിക്കേ. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടു വന്നത്, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുമായിരുന്നല്ലോ. അപ്പോ അത് വേണ്ട, പുറത്തുനിന്ന് വാങ്ങണമെന്ന് നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞു. എന്നിട്ടിപ്പോ ആർക്കും വേണ്ടെന്ന് സുഭാഷ് പരിഭവത്തോടെ പറയുമ്പോ ഇന്ന് പെൺകുട്ടിയൊക്കെ കാണാൻ പോയി ഹാപ്പി ആയിട്ട് വന്ന ദിവസമല്ലേ, അപ്പോ ഇന്നൊരു ദിവസമെങ്കിലും കിച്ചണിലേക്ക് കയറാതിരിക്കും സുഭാഷ് ഏട്ടാ എന്ന് സുധീഷും. എടാ, അതിനെനിക്ക് അതൊരു ജോലിയായിട്ട് തോന്നിയെങ്കിലല്ലേ എന്ന് സുഭാഷ് പറയുമ്പോ സുഭാഷ് ഏട്ടാ, ഇന്ന് ചേട്ടന് ഞങ്ങൾ ലീവ് തന്നിരിക്കുന്നു, പോരെ? ഇരുന്ന് കഴിക്കാൻ നോക്കുന്ന നികേഷും. നിധി അപ്പോഴേക്കും ഇന്ന് നമ്മൾ പോയ വീട്ടുകാരെ നല്ല ആൾക്കാരല്ലേ, എനിക്കിഷ്ടായി എന്ന് പറയുമ്പോ അതെ, ഒന്നും ഒളിക്കുന്ന ആളുകളല്ല എന്ന് തോന്നുന്നു എന്ന് സുധീഷും. ഇയാൾ ഒളിക്കുന്ന ആളായോണ്ട് ആ കാര്യം പെട്ടെന്ന് മനസ്സിലായി അല്ലേ എന്ന് ഹരീഷും. അത് കേൾക്കെ എല്ലാവരും ചിരിക്കുന്ന കണ്ട് കാര്യം പറയുമ്പോ നീ ഇടയ്ക്കിട്ട് ഇളക്കല്ലേ എന്ന് സുധീഷും അവനോട് പതിയെ പറയുന്നുണ്ട്. അത്ര വലിയ പണക്കാരൊന്നും അല്ലെങ്കിലും വീടൊക്കെ നമ്മളെക്കാൾ വലുതല്ലേ. എന്റെ പേടി നമ്മുടെ വീടിനെ പറ്റി ചോദിക്കുമോന്നായിരുന്നു എന്ന് നികേഷ് പറയുമ്പോ ചോദിച്ചിരുന്നെങ്കിലേ സുധീഷ് മറുപടി പറഞ്ഞേനെ എന്ന് നിധിയും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമായോണ്ട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണെന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുവാ എന്നൊക്കെ തട്ടിവിട്ടേനെ എന്നവൾ സുധീഷിനായിട്ട് പാര വെക്കുന്നത് കേൾക്കെ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാ. അത് ശരി, ഇയാളും ഇപ്പോ എനിക്കിട്ടാണല്ലേ എന്ന് സുധീഷും പരിഭവത്തോടെ ചോദിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? ഇവര് തമ്മിൽ സംസാരിച്ച് അടുത്തതിനു ശേഷം കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന് എന്ന് ഹരീഷ് പറയുമ്പോ കണ്ടപ്പോ ഇഷ്ടായത് കൊണ്ടാണല്ലോ അവരങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്. ഇവര് തമ്മിൽ സംസാരിച്ചൊന്ന് പഴകിയാല് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് നിധി പറയുമ്പോ സുധീഷ് ഒന്നും മിണ്ടാതിരിക്കണ കണ്ട് എന്താ സുഭാഷ് ഏട്ടാ ഒന്നും പറയാത്തെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറയാനാ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ കുട്ടിയെ ഇഷ്ടാവണം, ആ കുട്ടിക്ക് എന്നെയും ഇഷ്ടാവണം എന്ന് സുഭാഷ് പറയുമ്പോ സുഭാഷ് ഏട്ടൻ ഇഷ്ടമാണോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഒന്നും മിണ്ടാതിരിക്കുമ്പോ സുഭാഷ് ഏട്ടനെ ആ കുട്ടിയെ ഇഷ്ടായോ എന്നാ ചോദിച്ചേ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുമ്പോ ആ കുട്ടി നല്ലപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു.
എന്ന് സുഭാഷ് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനല്ല സുഭാഷ് ഏട്ടൻ ഉത്തരം പറയുന്നത് എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുഭാഷിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. നികേഷ് അതെടുത്തു നോക്കിക്കൊണ്ട് ഏതോ നമ്പറാണല്ലോ ചേട്ടാ എന്ന് പറയുമ്പോ ഇനി ജ്യോതി ആയിരിക്കോ, നമ്പർ ഞാൻ അയച്ചു കൊടുത്തിരുന്നു, ഇങ്ങത്താ നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധി ആ മൊബൈൽ വാങ്ങി നോക്കുകയാ. അതെ, ഇതാ കുട്ടിയുടെ നമ്പറാ, ഇതാ സുഭാഷ് ഏട്ടാ സംസാരിക്കേ എന്ന് നിധി മൊബൈൽ നീട്ടുമ്പോഴേക്കും സുഭാഷും ഒരു പരുങ്ങലോടെ ഇരിപ്പാ. വാങ്ങിച്ച് സംസാരിക്കുന്ന എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോഴേക്കും സുഭാഷും ആ കോൾ അറ്റൻഡ് ചെയ്യുകയാ. ഹലോ എന്ന് സുഭാഷ് പറയുമ്പോ അപ്പുറത്തുനിന്ന് ഹലോ ലൈനിൽ ഇല്ലേ, ജ്യോതിയാണ്, ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സുഭാഷാ സംസാരിക്കുന്നേ എന്ന് സുഭാഷും. അത് ശരി, ഇയാളുടെ നമ്പറിൽ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നത് ഇയാളാണെന്ന് എനിക്കറിയില്ലേ, ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ് ഇപ്പൊ കഴിച്ചേ ഉള്ളൂ എന്ന് സുഭാഷും. ഞാനും അതെ എന്ന് ജ്യോതി പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ പുറത്തു പോയി സംസാരിക്കുന്നത് സുധീഷ് പറയുന്നുണ്ട്. എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോഴേക്കും സുഭാഷ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ട് പുറത്തോട്ട് പോവുകയാ. അവ മുറ്റത്തേക്ക് ഇറങ്ങി കൈ കഴുകുമ്പോഴേക്കും ഉമ്മറത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അച്ഛനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഹലോ എന്ന് ജ്യോതി വീണ്ടും പറയുമ്പോ പറഞ്ഞോളൂ എന്ന് സുഭാഷും. ഇവിടുന്ന് പോയിട്ട് നിങ്ങളുടെ വീട്ടുകാരെന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാവർക്കും ജ്യോതിയെ ഇഷ്ടമായിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ നിങ്ങൾക്കോ എന്ന് ജ്യോതിയും. സുഭാഷ് എന്തു പറയണമെന്നറിയാതെ പരുങ്ങലോടെ നിൽക്കുമ്പോഴേക്കും ഹലോ ചോദിച്ച് കേട്ടില്ലേ എന്ന് ജ്യോതിയും. കേട്ടോ, ഇഷ്ടായി എന്ന് സുഭാഷും. ഞാനെങ്ങനെ കാണാൻ കൊള്ളാവോ, തുറന്നു പറഞ്ഞോളൂ ട്ടോ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാം, നല്ലതാ കാണാൻ എന്ന് സുഭാഷും. നിങ്ങളും കാണാൻ കൊള്ളാം, എന്റെ വീട്ടുകാർക്ക് നിങ്ങളെയും വീട്ടുകാരെയും ഇഷ്ടമായി, പ്രത്യേകിച്ചും നിങ്ങളുടെ അനിയന്റെ ഭാര്യ നിധിയെ എന്ന് ജ്യോതി പറയുമ്പോൾ നിധി വളരെ നല്ല കുട്ടിയാ, വലിയ സൗകര്യമൊക്കെയുള്ള വീട്ടിൽ വളർന്നതാ, ഇവിടെ അത്ര സൗകര്യമൊന്നുമില്ല, പക്ഷേ ഒരു പരാതിയുമില്ലാതെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാ എന്ന് സുഭാഷ് ആവശ്യത്തോടെ പറയുമ്പോൾ നിധിയെക്കുറിച്ച് പറയുമ്പോൾ 100 നാക്കാണല്ലോ എന്ന് ജ്യോതിയും. ഇവൾക്ക് സുഭാഷും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഒന്നും മിണ്ടുന്നില്ലല്ലോ പോയോ എന്ന് ജ്യോതിയും. ഇല്ല ഇവിടെയുണ്ടെന്ന് സുഭാഷ് പറയുമ്പോ എന്തെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിച്ചു ജ്യോതിയും. എന്താ സംസാരിക്കേണ്ടെന്ന് അറിയില്ല, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ പറയാമെന്ന് സുഭാഷും. എന്നാ പിന്നെ നിങ്ങളുടെ ജോലിയെ പറ്റി പറ, മേസ്തിരി എന്ന് പറഞ്ഞാ എന്താ എന്ന് ജ്യോതിയും. അതിപ്പോ എങ്ങനെ പറയാ, ഈ വീടിന്റെ തറക്കല്ലിടുന്നത് മുതലുള്ള എല്ലാ പണികളും അറിയുന്ന ഒരാളെന്ന് പറയാം എന്ന് സുഭാഷ് പറയുമ്പോൾ അത് ശരി, എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ജ്യോതിയും. അത് കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞല്ലോ, കഴിച്ചു, പിന്നെ കുറെ സ്വീറ്റ്സും കഴിച്ചു, എനിക്ക് സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ തടി കൂടുമെന്ന് പറഞ്ഞ് അമ്മ സമ്മതിക്കില്ല. സുഭാഷിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമില്ല, വീട്ടിലെ ഞാനാ പാചകം ചെയ്യുന്നത് എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അച്ഛനും ടെൻഷനോടെ അവനെ നോക്കി ഇരിക്കുന്നുണ്ട്. അനിയന്മാർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ഏറ്റവും താഴെയുള്ളവന് അവൻ ഇടിയപ്പമാ ഇഷ്ടം, ഹരീഷിന് ചോറും മീൻകറിയും, സുധീഷ് മിക്കവാറും ഹോട്ടലിൽ നിന്നായിരിക്കും പകല് കഴിക്കുക, ഇന്ന് പക്ഷേ പൊറോട്ടയും ചിക്കനും ഒക്കെ പുറത്തുനിന്ന് വാങ്ങി എന്നൊക്കെ സുഭാഷ് പാചകത്തെ പറ്റി പറയുമ്പോ ഇവന്റെ ഒരു കാര്യം എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും ഹരീഷും നികേഷും എല്ലാം ഉമ്മറത്തോട്ടിറങ്ങി വന്ന് അവനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലേ എന്ന് ഹരീഷ് ചോദിക്കുക. എന്നാലും എന്താണാവോ പറയണത് എന്ന് പറഞ്ഞ് അവർ കാതും കുറിപ്പിച്ച് നിൽപ്പ. അപ്പോഴാണ് പുറകിന്ന് വന്ന് നിധി അവരെ തോണ്ടി വിളിക്കുന്നത്. പരിഭ്രമത്തോടെ നികേഷ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നിധിയാണ്. എന്താ നോക്കുന്നേ, ചേട്ടന്റെ സംസാരം അങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കണ്ട, എല്ലാവരും വാ എന്ന് പറഞ്ഞ് അവരെ അകത്തോട്ട് വിളിച്ചോണ്ട് പോവുകയാ നിധി. സുഭാഷ് പാചകത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോഴേക്കും ജ്യോതിക്കും ആകെ ബോറടിക്കുകയാ. എല്ലാം കേട്ടോണ്ടിരുന്ന അവന്റെ അച്ഛനും ഉമ്മറത്തുനിന്ന് അകത്തേക്ക് എണീറ്റ് ചെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധിയോടും കൂട്ടരോടുമായി അവനോട് ആരാടാ ഫോണിൽ സംസാരിക്കാൻ പറഞ്ഞത്, ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ കൂടി ഒരു പക്ഷേ ആ കുട്ടി സമ്മതിച്ചേനെ, ഇത് പക്ഷേ അവൻ മിണ്ടിയ സ്ഥിതിക്ക് ഇനി ആ കുട്ടി ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ അച്ഛൻ അടുക്കളയിലേക്ക് പോകാൻ നേരം അതെന്താ അങ്ങനെ പറഞ്ഞേ എന്ന് നിധിയും ചോദിക്കുക. അവൻ എന്താ സംസാരിക്കുന്നെന്ന് ഒന്ന് പോയി കേട്ടു നോക്ക് എന്നച്ഛൻ പറയുന്ന കേൾക്കെ എന്ത് പറ്റിയെന്ന് നികേഷും. എടാ എന്താ പറയുന്നെന്ന് ഒന്ന് പോയി കേട്ടു നോക്കെന്ന് ഹരീഷും. അത് കേൾക്കെ നികേഷും എണീറ്റ് ഉമ്മറത്തേക്ക് ചെന്ന് നിന്ന് സുഭാഷ് സംസാരിക്കുന്നതും കാതോർത്ത് നിൽപ്പാ. എനിക്ക് പാചകം വലിയ ഇഷ്ടമാ, രാവിലെ പണിക്ക് പോണതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ചോറും കറികളും ഒക്കെ തയ്യാറാക്കി വെക്കും, ഉച്ചയ്ക്ക് കറികൾ ബാക്കിയുണ്ടെങ്കിൽ രാത്രി അത് ചൂടാക്കി കഴിക്കും, പിന്നെ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയോ മറ്റോ കൂടെ ഉണ്ടാക്കും എന്നൊക്കെ സുഭാഷ് പറയുന്നത് കേൾക്കെ എന്തൊക്കെ ഈ പറയുന്നേ എന്ന് പറഞ്ഞ് നികേഷും തലയ്ക്ക് കൈ കൊടുത്ത് നിൽക്കുക. അത് കാണേ സുധീഷും അവനെന്താ തലയ്ക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സംശയത്തോടെ പുറത്തോട്ട് നോക്കിയിരിപ്പാ. സുഭാഷ് എപ്പോഴും അനിയന്മാരെ അവന്മാരൊന്നും അടുക്കളയിലേക്ക് വരാറില്ല, അവന്മാരെ കൊണ്ട് ഞാനൊന്നും ചെയ്യിപ്പിക്കാറുമില്ല, നിധി ചിലപ്പോ പച്ചക്കറി നുറുക്കി തന്നൊക്കെ സഹായിക്കും എന്നൊക്കെ അവൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ അകത്തോട്ട് പോകുന്ന നികേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.